വിചാരിച്ച കോണ്ടന്റിൻ്റെ ആ ഭാഗമായി. 2 കാന അറഫഖന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സോഫ്റ്റായ ആളാണ്. കാന അറഫഖന്നാസ്, വളരെ സോഫ്റ്റായ ആളാണ്. തങ്ങളുടെ എല്ലാത്തിലും സോഫ്റ്റ്നെസ് ഉണ്ടാവും. സംസാരിക്കുമ്പോൾ മെല്ലെ സംസാരിക്കുള്ളൂ, മെല്ലെ. 2 കാര്യം തങ്ങൾക്ക് സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ, ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അതിൽ ഐസറെ തങ്ങൾ ഏറ്റവും സോഫ്റ്റ് ആയതേ തങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. ആരെങ്കിലുമൊക്കെ ദഅവത്തിനയക്കുമ്പോൾ, പ്രബോധനത്തിനയക്കുമ്പോൾ അവരോട് പറയൽ തന്നെ തങ്ങൾ ബശ്ശിറവല തുനഫിറ, ആരെയും വെറുപ്പിക്കരുത്, എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്ന് അങ്ങനെ പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ. സോഫ്റ്റാണ് തങ്ങൾ. തങ്ങളടുത്ത് എന്തു പ്രശ്നം പറയാം, സോഫ്റ്റാണ്. ഒരു സ്വഹാബി വനിത വന്നിട്ട് പറഞ്ഞല്ലോ, എനിക്കൊറെ ഇഷ്ടമല്ല. ഒരു സ്വഹാബി വനിത വന്നിട്ട് പറയാണ്, എൻ്റെ ഭർത്താവിന് എനിക്ക് ഇഷ്ടമല്ല. തങ്ങളൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം 4-5 സ്വഹാബിമാരുടെ കൂടെ ഓറ് വരുമ്പോൾ മറ്റു പുരുഷന്മാരെ കണ്ടിട്ടുള്ളൊരു വൃത്തി എൻ്റെ ഭർത്താവിനില്ല. എനിക്കത് മനസ്സിൽ തറച്ചു, എനിക്ക് പിടിക്കണില്ല, അത്ര തന്നെ. 2-3 പ്രശ്നം മുമ്പ് തങ്ങളോട് ഇതേപോലെ പറഞ്ഞിട്ട് ആനങ്ങാണ്ട ഭർത്ത അങ്ങനെ ആട്ടി ഓടിച്ച് നിങ്ങൾക്ക് പറയൂലല്ലോ. അങ്ങനെ ഒന്നും ഇല്ലല്ലോ തങ്ങൾക്ക്. എന്തും പറയാം തങ്ങളോട്, എന്തും ഒപ്പണം, എന്തും പറയാം അവിടെ പോയിട്ട്. ഒരു സാബി വന്നിട്ട് പറയുന്നിട്ടില്ലേ, ഞാൻ എല്ലാ തെറ്റും ഒഴിവാക്കുക, പക്ഷെ വ്യഭിചാരം ഒഴിവാക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താ അറിയാം? അടുക്കളൻ്റെ വേക്കിലേക്ക് കൂടി ഒരു പെണ്ണിനെ പോയിട്ട് വ്യഭിചരിക്കുന്നല്ല പറയണത്. ഔക്കാഫിൻ്റെ തസ്രീഹ് ഔക്കാഫ് അംഗീകരിച്ച് തരണം എന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ആ സ്വഹാബിൻ്റെ എല്ലാം ഒരു ആലോചന. ഞാൻ എല്ലാ തെറ്റും ഒഴിവാക്കാം, ചുളിവിൽ വ്യഭിചരിക്കോട്ടോ, അങ്ങനെയല്ല പറയണത്. തങ്ങൾ അതിന് സമ്മതം തരണം. ഇതാ രേഖ മൊത്തം, പാസ്പോർട്ട് കോപ്പി, വിസ എല്ലാം ഉണ്ട്. സ്വഹാബത്ത് ബാക്കിയുള്ളവരുടെ കൈ തിരിക്കാതിരിക്കോ? താങ്കൾ പറഞ്ഞു, മോനുവാ, മോൻ വീട്ടിൽ പോകുമ്പോൾ മോൻ്റെ പങ്ങളാരെങ്കിലും വ്യഭിചരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ. ഇനി അതേ ഹദീസിന് തന്നെ വേറൊരു ആശയം കൂടിയുണ്ട്. സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് ആദ്യം നടത്തിയത്. മോൻ്റെ പെങ്ങളെ വ്യഭിചരിക്കോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ പിന്നെ വേറെ ആരുടെയെങ്കിലും പെങ്ങളെ ആയിരിക്കുമല്ലോ മോൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സ്വഹാബിക്ക് ആ ഒരു കാമത്തിൻ്റെ ഒരു താല്പര്യം മെല്ലെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് നെഞ്ച് തടവിയിട്ട് 3 ദുആ നടത്തി. അല്ലാഹുമ്മ തഹിർ ഖൽബ, ഈ മോൻ്റെ ഖൽബൊന്ന് ശുദ്ധിയായി കൊടുക്കണേ. വഗ്ഫിർ ദംബ, തെറ്റ് പുറത്തു കൊടുക്കണേ. വഹസ്സിൻ ഫർജ, രഹസ്യഭാഗം നന്നാക്കണേ. പിന്നെ ഈ സ്വഹാബി ജീവിതത്തിൽ എന്താ പറയാൻ നോക്കണേ, ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടില്ല, ഒരു അന്യ പെണ്ണിനെ മരണം വരെ നോക്കിയിട്ടില്ല. ബി ബർക്കത്ത് റസൂലില്ലാഹി ഖാന അർഫഖന. എന്തും പറയാതാണ്, എന്തും പറയാതാണ്. ആനങ്ങാട് എന്നാണ് അദബ് കേട്. നമ്മളെ മെയിൻ ടൂളാണ് അദബ് കേട്. ഒന്നും നടക്കൂലെങ്കിൽ ചില മെഡിക്കൽ ടീം പറയുന്നതാണ് അലർജിന്ന്. അത് അലർജിയാ മോനെ, മാറൂലാന്ന്. അതേപോലെ ചില ആൾക്ക് എന്ത് പിടുത്തം കിട്ടുന്നെങ്കിൽ ലാസ്റ്റ് പറയും ചങ്ങന്മാർക്ക് അദബില്ല. അങ്ങനെയല്ല, റിഫ്ക് ഉണ്ടാവണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഇന്നല്ലാഹ യുഹിബ്ബു റിഫ്ക, സോഫ്റ്റ്നെസ്. അള്ളാഹു ഭയങ്കര ഇഷ്ടം. വേറെ ഹദീസിൽ കാണാം, സോഫ്റ്റായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യം ഒരിക്കലും കടുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ആളെ മരിച്ചു കിട്ടിയാൽ ഇന്നാലില്ല എൻ്റെ കൂടെ അവർ അൽഹംദുലില്ലാ ഉള്ളിൽ ചൊല്ലും. അത് മരിച്ചാലേ കടുപ്പപ്പെട്ട ആൾ. നമ്മളൊരിക്കലും കടുപ്പാവരുത്, സോഫ്റ്റാണ്. ഇസ്ലാമിലെ സോഫ്റ്റ്നെസ്സിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മെല്ലെ 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 ചെയ്ത് പഠിക്കണം. സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ. അത് എത്ര വരെ ഒരാളെ ഇമാമായിട്ട് നമ്മൾ നിശ്ചയിക്കുകയാണ്. അയാൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ തോണ്ടുന്ന മുതൽ അവൻ്റെ ഒരു വാരിയിൽ തെറിക്കുന്ന രീതിയിൽ തോണ്ടരുത്. മെല്ലെ ടച്ച് ചെയ്യുക. കാന അർഫഖന്നാസ്. ഉസ്താദ് ഇമാമാണ്. കാന അർഫഖന്നാസ്. അത് വാതിൽ അടക്കുന്നിടത്താണെങ്കിലും സംസാരിക്കുന്നിടത്താണെങ്കിലും. എന്തിനധികമെന്നറിയോ?
നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യനെ നേരത്തെ അറിയിക്കൽ സുന്നത്താണ്. എന്തിന്? ഓളത് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഭാര്യ ആരാണെങ്കിലും റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ ഡോറ് മുട്ടാതെ പെർമിഷൻ ഇല്ലാതെ തുറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിച്ചു, ഉമ്മാനോടല്ല ഇപ്പം എന്തിന് പെർമിഷൻ ചോദിക്കുന്നതിന് നബിയേ? നമ്മളെ കുട്ടികൾക്കൊന്നും ഈ അദബ് അറിയില്ല. ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈവസി ഇൻ ഇസ്ലാം എന്ന് പറയുന്നൊരു കോണ്ടന്റ് ഉണ്ട് ഇസ്ലാമിൽ. അതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, എന്നാലേ മക്കൾ നന്നാവുള്ളൂ. പുതിയ ആൽഫ കാലത്തെ പിള്ളേർക്ക് അതൊന്നും അറിയില്ല. ഉമ്മാമയാണ്, ഉമ്മയാണ്, ഉപ്പയാണ് റൂമിലുള്ളതെങ്കിൽ പോലും ഉമ്മ ഡോറ് മുട്ടണം, സമ്മതം ചോദിക്കണം. സ്വഹാബി ചോദിച്ചു, ഉമ്മാനോടിപ്പം എന്തിനാ പെർമിഷൻ ചോദിക്കുന്ന നബിയെ? അതിന് തങ്ങളെ മറുപടി എന്താ അറിയോ? ഉമ്മാനെ നിനക്ക് കാണാൻ ഇഷ്ടമല്ലാത്ത രൂപത്തിൽ നീ കണ്ടുപോയാലോ, ഉമ്മ ഡ്രസ്സ് മാറ്റുകയാണ്, അപ്പോൾ കണ്ടുപോയാലോ, പിന്നെ ജീവിതകാലത്ത് എപ്പോഴും നമുക്ക് ആ മനസ്സിന് വിഷമമുണ്ടാവില്ലേ? അതിന് സംഭവിക്കരുതല്ലോ. കണ്ടോ, ഇസ്ലാമിൽ വളരെ പ്രാധാന്യമാണ് റിഫ്ഖ് എന്നുള്ളതിന്. കടുപ്പുണ്ടാവരുത് ഒന്നിലും. ഒരാളോട് ഉപദേശിക്കുമ്പോൾ വരെ വളരെ സോഫ്റ്റായിട്ട് ഉപദേശിക്കണം, വളരെ സോഫ്റ്റായിട്ട്. നെരിയാണിക്ക് താഴെ പേൻ്റ് കൊടുത്തൊരു പയ്യൻ, അപ്പോൾ ആ കുട്ടീനോട് നല്ലോണം തിന്നാറുണ്ടെന്ന് തോന്നില്ലേ? ഇല്ല ഉസ്താദ്, ഞാൻ അങ്ങനെ എന്തെങ്കിലും തിന്നലൊന്നുമില്ലല്ലോ. കുടലല്ലോ വലുതായനല്ലോ. എന്ത് കുടൽ? കുടൽ വലുതായതുകൊണ്ടായിരിക്കുമല്ലേ പെയിൻറ്റ് നല്ലോണം താണിട്ടുണ്ട്. അറിയാം, തെറ്റ് തിരുത്തിയില്ലേ? നമ്മളെങ്ങനെ ചോദിക്കൽ? ഈ എത്രാം ക്ലാസ്സിലാണ്? ആരാ ഉസ്താദ്? വെറുതെ അല്ലെങ്കിൽ ഇവനിക്കും കൊടുത്തു, ഉസ്താദിനും കൊടുത്ത്. കണ്ട, എന്താ നമ്മളൊക്കെ ഈ ദൈവത്തോണ്ടുള്ള താല്പര്യം? ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാതെ. ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഒരു അനുഭവം പറയുന്നുണ്ട്. എന്താ അനുഭവം എന്ന് പറയുക? ആ കാലത്തെ രാജാവ് പട്ട് വസ്ത്രം ധരിച്ചു, ഹറാമാണല്ലോ. ഉപ്പയായ എൻ്റെ ഉപ്പ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഇത് കണ്ടു. എന്നിട്ട് രാജാവിനോട് ചോദിച്ചു, മകൻ തൊബക്കാത്തു ഷാഫിഇയ്യത്തുൽ കുബ്രയിൽ ഉപ്പാൻ്റെ അടിപൊളി ഇടപെടലിനെ കുറിച്ച് അനുഭവം പറയാം. ഉപ്പ ചോദിച്ച്, രാജാവ് ഈ ധരിച്ച വസ്ത്രത്തിൻ്റെ വില എത്ര വരും? എത്ര ദിർഹം? അത്രേ ഉള്ളൂ അല്ലേ? രാജാവിൻ്റെ ഒക്കെ ഒരു പ്രസ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ ഈ ചീപ്പ് റേറ്റുള്ള വസ്ത്രമൊന്നും ധരിക്കരുതല്ലോ. രാജാവൊക്കെ ആകുമ്പോൾ ഒരു മുന്തിയ വസ്ത്രം അല്ലേ ധരിക്കേണ്ടത്? രാജാവിനൊക്കെ ഒരു സംഗതി ഉണ്ടല്ലോ. മാത്രമല്ല ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ധരിക്കാൻ മാത്രം ഇത് സ്വർഗത്തിൻ്റെ ഡ്രസ്സും അല്ല, നരകത്തിൻ്റെ ഡ്രസ്സുമാണ്. അപ്പം രാജാവിന് കത്തി. ആദ്യം പറയേണ്ടത് രണ്ടാമത് പറഞ്ഞിട്ട് എന്നെ ഷെയ്പ്പ് ചെയ്യണം. ഉടനെ റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വന്നു. ഇതിനെക്കുറിച്ച് മകൻ താജുദ്ദീൻ സുബ്കി തങ്ങൾ എന്താ പറഞ്ഞോ? അതെങ്ങാനും എൻ്റെ ഉപ്പ ഫസ്റ്റ് ഇത് നരകത്തിൻ്റെ ഡ്രസ്സാണല്ലോ, എവിടുന്നാണ് കിട്ടിയേ എന്ന് ചോദിച്ചാൽ അത് സ്വീകരിക്കൂലായിരുന്നു. കണ്ട, പ്രായമുള്ള ഒരാൾ വൊളു എടുക്കുന്നുണ്ട്. ആ വൊളു എടുത്തത് ശരിയല്ല എന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടി ചർച്ച ചെയ്തു, എങ്ങനെ പറയാ, മൂത്ത ആളാണല്ലോ, പക്ഷെ തെറ്റ് സോഫ്റ്റായി തിരുത്തി കൊടുക്കണമല്ലോ. ഇവർ രണ്ടുപേരും പോയിട്ട്, ഉപ്പാപ്പ നമ്മൾ രണ്ടാളും ഉപ്പാപ്പൻ്റെ മുന്നിൽ വൊളു എടുക്കും, ഉപ്പാപ്പ ഒന്ന് നമ്മളൊന്ന് ജഡ്ജ് ചെയ്യണം. നമ്മൾ വൊളു എടുക്കുക, ആരുടെ വൊളു ആണ് അഹ്സനായ ടോപ്പ് വൊളു എന്ന് ഉപ്പാപ്പ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാളും വൊളു ആരംഭിച്ചു. വൊളുവിൻ്റെ ഒരു പകുതി എത്തുമ്പോൾ തന്നെ ഉപ്പാപ്പ കരയാൻ തുടങ്ങി. എന്തേ കരയെന്ന് വെച്ചിട്ടും പറഞ്ഞ്, നിങ്ങളെല്ലാ സുന്നത്തും പാലിച്ചിട്ട് വൊളു എടുക്കുമ്പോൾ ഞാനെന്ത് ജഡ്ജ് ചെയ്യാൻ, എനിക്ക് ഈ സുന്നത്തൊന്നും അറിയുന്നില്ല. തിരുത്തപ്പെട്ടു. ഇതിനാണ് അർഫഖന്നാസ് എന്ന് പറയുക, സോഫ്റ്റ് ആവുക. നമുക്ക് എന്നേരം പ്രതികരിക്കണം. മൊത്തത്തിൽ മലയാളികളുടെ ടോട്ടലുള്ള സ്വഭാവം എന്നേരം പ്രതികരിച്ചിരിക്കണം. പിറ്റേന്ന് തന്നെ മൂപ്പറെ വിളിച്ചിട്ട് ക്ലിപ്പ് പ്രഭാഷണം വെക്കുന്നതെന്നൊക്കെ നിർത്തിയല്ലോ, കുറേയൊക്കെ മാറിയല്ലോ നമ്മൾ. അപ്പാട് പ്രതികരണം വരും. എന്തുകൊണ്ട് പ്രതികരണം വരുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു ഈ പോസ്റ്ററും വരുന്നില്ല, ഒരു വാർത്ത. പിന്നെ ഒരു കാര്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ മിണ്ടാൻ പഠിച്ച പോലെ തന്നെ മിണ്ടാതിരിക്കാനും പഠിക്കണമെന്ന് റിസാലത്തുൽ ഖുശൈരി പറയുന്നുണ്ട്. അതൊരു നിലപാടാണ്. മിണ്ടാൻ പഠിച്ച പോലെ മിണ്ടാതിരിക്കാനും പഠിക്കണം, അതൊരു നിലപാടാണ്. അതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് യൂണിറ്റിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്.
ചുരുങ്ങിയത് ഒരു LKG ബിരുദം കിട്ടുമ്പോൾ തന്നെ അത് കൂടെ കിട്ടുന്ന സാധനമാണ്. വിസ എടുക്കുമ്പോൾ പണ്ടൊക്കെ ഈ എന്താ പറയുക, ചില സംഗതികളൊക്കെ പേപ്പർ കോവിഡ് കാലത്തൊക്കെ കിട്ടുന്ന പോലെ, ഇൻഷുറൻസ് കിട്ടുന്ന പോലെ കിട്ടിപ്പോരേണ്ടതാണത്. LKG തന്നെ കിട്ടണതൊക്കെ. അപ്പോൾ നമ്മൾ സോഫ്റ്റാണ്. ഒരു ചെറുപ്പക്കാരൻ വൊളു എടുക്കണം. ആ വൊളുയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അടുത്ത് പോയിട്ട് കുത്തിയിരുന്നു. എന്നിട്ട് വിളിച്ചു, ഐ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ഹസിനിൽ വൊളു നന്നാക്കും മോനെ, എങ്കിൽ യുഹ്സിനുക അല്ലാഹ്, മോനെ അല്ലാഹ് നന്നാക്കും. ഈ ചെറുപ്പക്കാരൻ അടിപൊളിയായിട്ട് വൊളു എടുത്തു. ഇനി ഞാൻ കേൾക്കേണ്ടത് കേട്ടോ, റിസൾട്ട് നോക്കണം. അടിപൊളിയായിട്ട് വൊളു എടുത്തു. പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പരതിയിട്ട് ഇയാൾ ഇമാം ഷാഫി തങ്ങൾ ഉള്ളിടത്തേക്ക് വന്നു. അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, യാ ഷെയ്ഖ് ഔസിനി, യാ ഷെയ്ഖ്, എനിക്ക് കുറച്ച് ഉപദേശം തന്ന് എന്നെ നന്നാക്കി തരുമോ? ഷാഫി ഇമാം ആ നല്ല ചാൻസ് കിട്ടിയപ്പോൾ നല്ല 8 ഉപദേശം കൊടുത്തിട്ട് അയാളെ ശരിപ്പെടുത്തുന്നത് ഇഹിയ ഉലൂമുദ്ദീനിലുണ്ട്, തഫ്സീർ റാസിയിലുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുത്താൽ ആരും ശരിയാവും, ആരും ശരിയാവും. അർഫഖന്നാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ്? ഒരാളുടെയും മുഖത്ത് നോക്കിയിട്ട് അവർ ചെയ്ത തെറ്റ് പറഞ്ഞിട്ട് അവരെ പ്രയാസപ്പെടുത്തൂല. അഥവാ തങ്ങൾക്ക് തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ എങ്ങനെ തിരുത്തൽ എന്നറിയോ? അന്നത്തെ പ്രസംഗത്തിൽ പറയും, മാബാലു അഖ്വാമിൻ, എന്താ ചിലർ നിസ്കാരത്തിൽ കണ്ണ് ഉയർത്തിയിട്ട് മുകളിലേക്കാക്കി നിസ്കരിക്കണത്, അതല്ലല്ലോ അതിൻ്റെ ശരിയായ രീതി. തിരുത്തേണ്ട ആൾ തിരുത്തുകയും ചെയ്യും, ആരും വഷളാവും ചെയ്യില്ല. എന്താ അവിടുത്തെ ഒരു ടീച്ചിങ് മെത്തഡോളജി നോക്കി. നബി തങ്ങളുടെ ടീച്ചിങ് മെത്തഡോളജിയെ കുറിച്ച് പഠിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു. BEd നമ്മൾ പഠിക്കുന്ന പെഡഗോജിയൊന്നും അല്ല നമുക്ക് ബോധ്യവും. എന്തൊരു ടീച്ചിങ് മെത്തഡോളജിയാന്ന് പറയാം. തങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോൾ തങ്ങൾ ചോദ്യം ചോദിക്കും അങ്ങോട്ട്, തങ്ങൾക്കറിയാം സ്വഹാബത്ത് ഇങ്ങനെ ഉത്തരം പറയൂ, ആ ഉത്തരമല്ല ഒറിജിനൽ ഉത്തരം എന്ന് തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്വഹാബത്തിൻ്റെ ആംബിയൻസ് മൊത്തം ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഉണ്ടാവും. ആ ഉത്തരം അല്ലെങ്കിൽ പിന്നെ ഏതാ ഉത്തരം? അന്നേരം ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലിക്കാവും. ഉദാഹരണം പറയാം, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പറായവൻ എന്ന് നിങ്ങൾക്കറിയോ സ്വഹാബത്തെ? അപ്പോൾ സ്വഹാബത്ത് ദിർഹമും ദീനാറൊന്നും ഇല്ലാത്ത, നോ അതൊന്നല്ല. പിന്നെയോ ഹജ്ജും നോമ്പും നിസ്കാരം ഉണ്ടായിട്ട് കുറേ ആൾ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് ലാസ്റ്റ് ആഖിറത്തിൽ പാപ്പ. കണ്ട ഏതാ ടീച്ചിങ് നോക്കി. ചിലപ്പോൾ തങ്ങൾ ടീച്ചിങ് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ ആയിരിക്കും. നിങ്ങളുടെ വീടിൻ്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നതെന്ന് ആലോചിക്കുക. അതിൽ നിന്ന് ഡെയിലി കുളിക്കുന്നു. ഡെയിലി ഒന്നല്ല 5 തവണ. അങ്ങനെ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കുണ്ടാവോ? ഇല്ല. ദർ ഈസ് എ നോ ചാൻസ് ടു ബി. ഒരഴുക്കും ഉണ്ടാവില്ല. 5 തവണ കുളിച്ചാൽ എങ്ങനെയാ ചേറുണ്ടാവുക? അതേപോലെ തന്നെയല്ലേ നിസ്കാരം. ഓ ശരി. അപ്പോൾ എല്ലാ സ്വഹാബത്തിൻ്റെയും തലച്ചോറിലൂടെ പുഴ ഒഴുകുന്ന വിഷ്വലൈസേഷനും ബ്രെയിൻ സ്റ്റോമിങ്ങും അവിടെ നടന്നിട്ടുണ്ട്. എന്തൊരു ടീച്ചിങ് എന്നറിയാം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ തുടങ്ങൽ തന്നെ, നല്ല ടഫ് വിഷയമാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന്. എങ്ങനെ പിള്ളേർക്ക് തിരിയൽ? അപ്പം എൻ്റെ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. സോഫ്റ്റ് ആവുക, സംസാരത്തിൽ ഇടപെടൽ എല്ലാം. ഈ ഷമായിൽ പഠിച്ചാലുള്ള ഒരു മെച്ചതാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഹക്കീം അസ്സരി ഉസ്താദാണ്. ഉസ്താദിൻ്റെ ഇടപെടൽ അങ്ങനെയാണ്, വളരെ സോഫ്റ്റാണ് ഉസ്താദിൻ്റെ സംസാരം. അത് ഷമായിൽ തലി കയറിയിട്ടാണത്. അത് ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഷമായിൽ നബി തങ്ങളുടെ ജീവിതം പഠിച്ചാൽ വേഗം സോഫ്റ്റ് ആവും. നടത്തം, ഇരുത്തം, സംസാരം എല്ലാം സോഫ്റ്റ് ആവും. ഒക്കെ രസമായിരിക്കും ജീവിക്കാൻ. ഒരാൾക്കും നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല. വളരെ സോഫ്റ്റ് ആവും. ഇന്ന് നിങ്ങൾ അങ്ങനെ പെരുമാറുമ്പോൾ ഭാര്യ എപ്പം വേണേ എന്ന് പറയും. അപ്പം ചൂടാവരുത്. തേർഡ് വൺ, മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്,